ഹായ് എവ്രി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ട്രോബെറി ഡാൽഗോണ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിൽ പലരും ഡാൽഗോണ കോഫി ട്രൈ ചെയ്തിരുന്നു, പലർക്കും അത് ഇഷ്ടമായി. അതുപോലെ കുട്ടികളും ട്രൈ ചെയ്തിരുന്നു. പക്ഷേ കുട്ടികൾക്ക് കോഫി അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഡാൽഗോണ സ്ട്രോബെറി ഇത് കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒന്നാണ് കേട്ടോ. സ്ട്രോബെറി മിൽക്കും സ്ട്രോബെറി ജ്യൂസ് എല്ലാം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ റെസിപ്പിയും കുട്ടികൾക്ക് ഇഷ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഡാൽഗോണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സ്ട്രോബെറി. അത് നിങ്ങൾക്ക് സ്ട്രോബെറി ഫ്രോസൺ ആയിട്ട് എടുക്കാം. നമ്മൾ സ്ട്രോബെറി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് സ്ട്രോബെറി ഒന്ന് ഫ്രീസ് ചെയ്യില്ലേ, അത് തന്നെയാണ് നമ്മൾ സ്ട്രോബെറി ഡാൽഗോണയ്ക്കും വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സ്ട്രോബെറി കിട്ടിയില്ലെങ്കിലും സ്ട്രോബെറി എസെൻസോ അല്ലെങ്കിൽ സ്ട്രോബെറി എക്സ്ട്രാക്റ്റോ നമുക്ക് സൂപ്പർ മാർക്കറ്റിനെല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്താലും മതി. ഞാനിവിടെ സ്ട്രോബെറി എസെൻസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്ട്രോബെറി ഡാൽഗോണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഹെവി ക്രീം എടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായി ബീറ്റ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര എടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ ഫ്രോസൺ സ്ട്രോബെറി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതും ആ കൂട്ടത്തിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്ട്രോബെറിൻ്റെ എസെൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 1-2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി എസെൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ആ കളറൊന്ന് ക്രീമിലാവുന്ന തരത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഒരു സെർവിങ് ഗ്ലാസ് എടുത്ത് 3-4 ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പാല്, പിന്നെ ടോപ്പിംഗ് ആയിട്ട് സ്ട്രോബെറി ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി സ്ട്രോബെറി ഡാൽഗോണ റെഡി ആയിട്ടുണ്ട്. മക്കൾക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കഴിക്കുന്ന ടൈമിൽ ഒരു സ്പൂണോ സ്ട്രോ വെച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കുക. എന്നാലാണ് ആ സ്ട്രോബെറിൻ്റെ ഫ്ലേവറും ക്രീമും എല്ലാം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.